ഹായ് പ്രിയപ്പെട്ട കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. ഇന്നത്തെ റെസിപ്പിയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നൊരു പ്രത്യേകമായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങളോട് പറയാൻ സബ്സ്ക്രൈബും ഷെയറും ലൈക്കൊക്കെ ചെയ്താളി. പിന്നെ നിങ്ങൾ ചിലപ്പോൾ ചെയ്യാതെ പോവും. അത്രത്തോളം നല്ലൊരു റെസിപ്പിയാണ്. അമൃതപ്പൊടി കൊണ്ട് ഞാൻ ഉണ്ടാക്കിയെടുത്ത റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇത് കണ്ടിട്ട് ഇതുപോലെ ഉണ്ടാക്കി നോക്കിക്കൊള്ളിട്ടോ. നല്ല അടിപൊളി റെസിപ്പി എന്ന് പറയാം. കണ്ടില്ലേ, ആദ്യമായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള അരി നിങ്ങൾ എടുക്കുക. എനിക്ക് ആവശ്യത്തിനുള്ള അരി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക കേട്ടോ. അതിനൊന്നും പ്രത്യേകിച്ച് ഒരു അളവൊന്നുമില്ല, നമ്മുടെ ഇഷ്ടാനുസരണം. ഇന്നലെ ഒരു അലുവ ഉണ്ടാക്കിയതാണ് കൂട്ടുകാരെ. എൻ്റെ സ്പാച്ചുലയുടെ ഇത് മറുഭാഗത്ത് വെള്ളിച്ച് വന്നിരിക്കുന്നു. ഇന്ന് ഞാൻ ഉണ്ടാക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു എനിക്കറിയില്ല. ഏതെങ്കിലും നമുക്ക് ഉണ്ടാക്കി വെക്കാം. അരി നന്നായിട്ട് വറുത്തെടുക്കട്ടോ. അത്രത്തിനെ പറയല കണ്ടില്ല, നല്ലോണം വറുത്തോളി. ഇതേപോലെ ഇളക്കി ഇളക്കി വറുത്തെടുക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, അപ്പം എൻ്റെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്തോളി, ഷെയറും ചെയ്തോളി. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പൊന്നു കൂട്ടുകാരെ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾ ഹോൾ അറിഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. ബെല്ലൈക്കൺ നിൽക്കുമ്പോൾ ഹോൾ അറിഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. അതും കൂടി ക്ലിക്ക് ചെയ്താലേ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പക്കപ്ലേ നോട്ടിഫിക്കേഷൻ വഴി എത്തുകയുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആ സബ്സ്ക്രൈബ് ചെയ്ത ചോലനെ എവിടെ പോയി എന്ന് നമുക്കറിയില്ല. ഓലെ തന്നെ മുങ്ങി തപ്പിക്കൊടുക്കുകയാണ് ഞാൻ. ആരൊക്കെയാണ് എന്തൊക്കെയാണ് നമുക്കൊന്നും അറിയില്ല. കണ്ടില്ലേ, നമ്മൾ ഇതിലേക്ക് അമൃതപ്പൊടിയാണ് കേട്ടോ എടുത്തത്. അമൃതപ്പൊടി എടുത്തിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക. ഇത് നമ്മുടെ ഒരു പുതിയ ന്യൂ റെസിപ്പി, ഞാൻ ഇന്ന് കണ്ടുപിടിച്ച റെസിപ്പിയാണ് പൊന്നാര കൂട്ടുകാരെ. എന്താണെന്ന് ചോദിച്ചാൽ അമൃതപ്പൊടിയും അരിപ്പൊടിയൊക്കെ വറുത്ത് പൊടിച്ചുകൊണ്ട് ഒരു ഇൻഗ്രീഡിയൻസ് നമ്മൾ ചെറുപ്പത്തിലൊക്കെ കഴിക്കുമായിരുന്നല്ലോ. മണിക്കൂർ മിഠായി എന്നൊക്കെ പറയും. മണിക്കൂറുകളോളം കടിച്ച അമർത്താൻ പറ്റിയൊരു മിഠായിയാണ്. അതെല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോളി. കണ്ടില്ലേ, ഈ അണ്ടിപ്പരിപ്പ് ഇതിലേക്ക് ഇട്ടുകൊണ്ട് അമൃതപ്പൊടി കൊണ്ടാണ് കേട്ടോ ഉണ്ടാക്കണം. അപ്പം അമൃതപ്പൊടി നന്നായിട്ട് വറുത്തെടുക്കുക. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി 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 നന്നായിട്ട് വറുത്തെടുക്കണം കേട്ടോ. അമൃതപ്പൊടിൻ്റെ ആ പച്ചക്കുത്ത് പോകണം, അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുക. അപ്പോൾ ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അണ്ടിപ്പരിപ്പ് നിങ്ങളടുത്തുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാൻ ചേർത്തു. ഇതൊന്നും നിർബന്ധമല്ല, കാര്യമില്ല കേട്ടോ. കാരണം ഞാൻ കണ്ടുപിടിച്ച പ്രത്യേക സ്പെഷ്യൽ റെസിപ്പി. അപ്പോൾ അതിലേക്ക് അണ്ടിപ്പരിപ്പ് വേണമെന്നൊന്നും ഞാൻ നിർബന്ധിക്കില്ല. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം. കണ്ടില്ലേ, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി 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 യോജിപ്പിച്ചോളി. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ അമൃതപ്പൊടി ചട്ടിയിൽ നിന്ന് വറവായി കഴിഞ്ഞാൽ കോരിയെടുക്കുക കേട്ടോ. നല്ല നെരിഞ്ഞ് വറക്കണം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. സമയം ഏതാണ്ടൊന്നും ഞാൻ പറയുന്നില്ല. ഇങ്ങനെ വറുത്ത് കോരുക എന്ന് പറഞ്ഞാൽ നന്നായിട്ട് നെരിഞ്ഞ് വറക്കുക, അത്ര തന്നെ. കണ്ടില്ലേ, ഈ ഒരു പരുവത്തിൽ അരിയെ വറുത്ത് കോരിയിട്ടുണ്ട്. അരി എപ്പോഴാണ് ഞാൻ വറുത്ത് കോരിയ പറിച്ചോനെ, ഞാൻ ആ വീഡിയോ ഒക്കെ എടുത്തിഞ്ഞല്ലോ, എന്ത് സംഭവിച്ചു. ഏതായാലും ഈ അരി ഈ ഒരു രൂപത്തിലാണ് നമ്മൾ വറുത്തെടുക്കേണ്ടത്. ഈ ഒരു രൂപത്തിൽ വറുത്തെടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇത് മിക്സിയിലേക്ക് തള്ളി മറിക്കണം. മിക്സിയിലേക്ക് എന്തിനാണ് മിക്സിയിലേക്ക് തള്ളി മറിക്കുന്നത് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് ഉറുമ്പ് ഇന്നലെ കണ്ട അതേ ഉറുമ്പൊന്നും വന്നിരിക്കുന്നു. കണ്ടില്ലേ, നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ മിക്സിൻ്റെ ജാറിലേക്ക് ഇങ്ങനെ തള്ളി മറിച്ചോളൂ കേട്ടോ. ഇതൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. നന്നായിട്ട് പൊടിച്ചെടുക്കേണ്ട, ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ നല്ലൊരു അടിപൊളി റെസിപ്പി ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കൈമാറിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. കണ്ടില്ലേ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതുപോലെ ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇതുപോലെ ക്രഷ് ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇതിന് ഉണ്ടാകുക എന്നൊക്കെ പറയാൻ പറ്റുമോ എനിക്കറിയില്ല. ഏതായാലും അങ്ങനെയൊക്കെ പറയാമെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ഈ അമൃതപ്പൊടിയും കൂടി ഇതിൽ മിക്സിയിലൊക്കെ ഒന്ന് തള്ളി മറിച്ചിട്ട് ആ ചൂടാറിയതിന് ശേഷം തള്ളി മറിക്കട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ വന്ന് എന്നെ കുറ്റം പറഞ്ഞിട്ടോ പരാതി പറഞ്ഞിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല. മിക്സി പെട്ടെന്ന് കേടാവും. കണ്ടില്ലേ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതും ഇതിലേക്കിട്ട് പൊടിച്ചെടുക്കുക എന്നാണ് ഞാൻ ചുരുക്കി പറഞ്ഞു വരുന്നത്. ഉറുമ്പുകൾ വന്ന് സപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു കണ്ടോളി. ഇനി മിക്സിയാണ് മൂടിക്കാളിട്ടോ, വേഗം മൂടിക്കാളി. ഞാൻ ഇടണം അത് പറ്റ സ്ലോ മോഷനിൽ നിങ്ങൾ പോകണ്ട, സ്പീഡിൽ ചെയ്തോളി. കണ്ടില്ലേ, ഇനി നമ്മൾ അതൊന്ന് പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ചെറുതായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുകയാണ്. അത് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചട്ടി വെക്കുന്നു. ഇതിലേക്ക് പഞ്ചസാര ഈ ഒരു അളവിൽ നിങ്ങൾ ഇട്ട് കൊടുത്തോളൂ. അപ്പോൾ ഇത്രയും അളവിലിട്ടാലാണ് നല്ല മധുരം ഉണ്ടാവുള്ളൂ കേട്ടോ. ഞാൻ ചെറുതായിട്ട് കുറച്ച് പോയി, അതിൻ്റെ ഒരു വ്യത്യാസം അവിടെ കാണാനുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇത്ര മധുരം നിങ്ങൾ ഇട്ടോളൂ, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നമ്മൾ ചെറിയ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ മണിക്കൂർ മിഠായി എന്നൊക്കെ പറയാറില്ലേ, ആ മിഠായിയാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തത്. ഞാൻ ഉണ്ടാക്കിയത് വേറൊരു റെസിപ്പിയും തയ്യാറായത് വേറൊരു റെസിപ്പിയുമായിരുന്നു. അപ്പോൾ ഞാൻ ഇനി അടുത്ത റെസിപ്പി ഞാൻ ഉദ്ദേശിച്ച റെസിപ്പി നിങ്ങളെ ഉണ്ടാക്കി കാണിക്കുന്നതാണ്. അപ്പം ഞാൻ ഉദ്ദേശിച്ച റെസിപ്പി അല്ല കേട്ടോ ഇതായിപ്പോയത്. ഏതായാലും നിങ്ങൾ കണ്ടോളൂ. കണ്ടില്ലേ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളിതിങ്ങനെ കാരമലാക്കി എടുക്കുക. പഞ്ചസാര ഉരുക്കിയെടുക്കൽ നിങ്ങൾക്കറിയുമെന്ന് വിചാരിക്കുന്നു. പഞ്ചസാര ഇടുമ്പോൾ ഇങ്ങനെ തീ കുറച്ചിട്ടിട്ട് ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. വെറുതെ നമ്മൾ ഇളക്കി കൊടുക്കൊന്നും വേണ്ട. പഞ്ചസാര താനെങ്ങനെ ഉരുക്കി കൊടുക്കണ്ടില്ലേ, നമുക്കൊരു സമാധാനമില്ലായിട്ട് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുക. കണ്ടില്ലേ, ഈ ഒരു
ഇളക്കി കൊടുക്കലിൻ്റെ ഒരു ആവശ്യവും ഇല്ല കേട്ടോ. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോഴേക്കും ഞാനിവിടെ ഇതിലേക്കുള്ള തട്ടൊക്കെ റെഡിയാക്കി വെക്കുന്നു. എന്തു ആവും എന്ന് നമുക്ക് നോക്കാം. ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന റെസിപ്പി അല്ലേ, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു വ്യത്യാസങ്ങളൊക്കെ ഉണ്ടോയെന്ന് നിങ്ങൾ പറയുക. കണ്ടില്ലേ ഞാൻ എന്താണ് ചെയ്യുന്നത്, ഇത് ഉരുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നു. എന്നിട്ട് വീണ്ടും ഇളക്കിയെടുക്കുന്നു. കാരമൽ സിറപ്പായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് അല്പം നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നു. നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നത് എന്തിനാണ്, നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, വീണ്ടും നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നു. അപ്പോൾ കുറച്ച് നെയ്യാണ് കേട്ടോ, സ്പൂണുമെന്ന് കണ്ട് പോരായിട്ടാണ് കേട്ടോ. നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ ചേർത്താൽ മതി, അതൊന്നും നിർബന്ധമല്ല. ഇതിൻ്റെ ഒരു ഇൻഗ്രീഡിയൻസും നിർബന്ധമുള്ള കാര്യമല്ല കേട്ടോ, നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ ചേർത്തോളി. അപ്പോൾ ഈ ഇതിൽ നിങ്ങൾ ഉപ്പിടണ്ട കേട്ടോ. ആദ്യം നിങ്ങളോട് ഞാൻ ഉപ്പിടാൻ പറഞ്ഞില്ലേ, ഞാൻ അപ്പോൾ ഉപ്പിട്ടിട്ടില്ല, ഞാൻ ഇവിടെയാണ് ഉപ്പിട്ടത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഈ അമൃതപ്പൊടിയും അരിപ്പൊടിയൊക്കെ വറുത്ത് പിടിച്ച് മിക്സ് കൊണ്ടുവന്ന് ഇതിലേക്ക് തള്ളി മറിക്കുന്നു. ഇളക്കി 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 മറിക്കുന്നു. ഇളക്കി മറിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് എനിക്ക് തന്നെ ബോധ്യമില്ല കേട്ടോ. ആ ഒരു രൂപത്തിലാണ് ഇത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഏതായാലും നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണൂ. ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു വീഡിയോ ആണ്. ഞാനും തന്നെ ആകാംക്ഷയോടെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. അതെന്താവും എന്തോ പഠിച്ചോനറിയാൻ. കണ്ടില്ലേ നമ്മളെന്ത് ചെയ്യുന്നു, വീണ്ടും വീണ്ടും ഇളക്കി യോജിപ്പിക്കുന്നു. കണ്ടില്ലേ ഇളക്കി മറിക്കുന്നു. മറ്റേ ചട്ടകം എടുക്കാൻ വെച്ചല്ലോ, അത് കേടരത്തില്ല. ഇനിയിപ്പോൾ ഈ ഒരു ചട്ടകം കേടരൂല എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി വീണ്ടും ഇളക്കുന്നു. കണ്ടില്ലേ ഈ ഒരു പരുവക്കായ എപ്പോഴോ ഇളക്കൽ നിർത്താം. ഞാനത് നിർത്തണില്ല കേട്ടോ, ഞാനത് തുടരുന്നേ. ഇളക്കിയുമ്പോൾ മറിച്ച് തന്നെ ഏതെങ്കിലും ഒരു കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കട്ടോ. ഞാൻ വെള്ളം ഒഴിച്ചില്ല ഇളയാ, ഞാൻ ഇതങ്ങോട്ട് ഇളക്കി മറിച്ച് ഒരു വിധാക്കി വെച്ചിന്. ഏതായാലും നമ്മൾ അതുകൊണ്ട് അങ്ങോട്ട് ഇടങ്ങാറായി എന്ന് പറഞ്ഞാൽ മതി. ഏതായാലും നമ്മൾ വലിയൊരു തട്ടൊക്കെ എടുത്തോണം കേട്ടോ. അതിൻ്റെ ഒരു സൈഡൊക്കെ ഇളയാൽ നമുക്ക് പിന്നെ പെട്ടെന്നൊരു പാത്രം മാറ്റിയെന്ന് പറഞ്ഞാൽ നടക്കില്ല കേട്ടോ. അത് ഉറച്ച് കഴിഞ്ഞ് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും നടക്കില്ല പ്രിയപ്പെട്ടവരെ. അപ്പോൾ സെറ്റാകുന്നതിന് മുമ്പ് തന്നെ നിങ്ങളെല്ലാം ചെയ്യേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ അമർത്തി നോക്കൂ. നല്ലൊരു എന്താ അറിയില്ല, എനിക്ക് പറയാൻ കിട്ടുന്നില്ല, അത്രത്തോളം നല്ലൊരു റെസിപ്പിയാണ് ഞാൻ വീഡിയോയിൽ കാണിച്ചു കൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ ഇതുപോലെ നിങ്ങൾ ചെയ്തു നോക്കൂ. നല്ല അടിപൊളി റെസിപ്പി, മണിക്കൂറുകളോളം നിങ്ങൾക്ക് കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ഞാൻ ഇവിടെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഒരു മണിക്കൂറിന് ഒരു കഷ്ണം വായിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അതൊരു മണിക്കൂറിന് ശേഷമാണ് അലിഞ്ഞു പോകുക. അത്രക്കും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ക്രിസ്പി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ അമർത്തി നോക്കുന്നുണ്ട്. ഏതെങ്കിലും ഞാൻ ചട്ടകം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചിട്ടുണ്ട്. ഇത് ചൂടാറി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇനി ഒരു ഗ്ലാസ് ഇട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അമർത്തി നോക്കുന്നു. എന്ത് സംഭവിക്കാനാ, അപ്പോഴേക്കും ഇത് ഉറച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഉറച്ച് കഴിഞ്ഞതിന് മുമ്പ് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണമായിരുന്നു. അതൊന്നും എനിക്ക് ഓർമ്മ ഉണ്ടായില്ല. ഞാൻ ക്ലാസ് കൊണ്ട് ഇങ്ങനെ കളിച്ച് തന്നെ മറിച്ച് ഇങ്ങനെ അമർത്തി കളിക്കണം കേട്ടോ. എനിക്ക് ഓർമ്മയില്ല ഇത് വരഞ്ഞു കൊടുക്കണമെന്ന്. ഞാൻ അണ്ടിപ്പരിപ്പൊക്കെ ആയിട്ട് വന്നിക്കണേ നല്ല. അപ്പോൾ ഞാൻ അണ്ടിപ്പരിപ്പൊക്കെ ഇട്ടുകൊണ്ട് അമർത്തുകയാണ് കേട്ടോ. കാരണം ഇതിൻ്റെ അടിയിലേക്ക് ഇത് പോകുന്നില്ല പ്രിയപ്പെട്ടവരെ. എന്ത് ചെയ്യാനാ, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീഡിയോ അല്ലേ, അപ്പം നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചതാണ്. അപ്പോൾ നല്ല അടിപൊളി റെസിപ്പിയാണ്, എല്ലാവരും ട്രൈ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ മധുരത്തിനോട് ഇഷ്ടപ്പെടുന്നവർ മാത്രം ട്രൈ ചെയ്താൽ മതി. എരിവിനോട് ഇഷ്ടമുള്ളവർ ഇത് ട്രൈ ചെയ്തിട്ട് എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. നല്ല അടിപൊളി റെസിപ്പി കണ്ടില്ല, അതുപോലെ അമർത്തി കൊടുത്തോളൂ, ഒരു പ്രശ്നവും ഇല്ല കേട്ടോ. എന്തോന്ന് പ്രശ്നം, ഇതൊക്കെ അലിഞ്ഞു പോകാനുള്ളതല്ലേ. ഇതൊന്നും ഇതിൽ കാണാൻ തന്നെ ഉണ്ടാവില്ല കേട്ടോ. ആ ഒരു രൂപത്തിലാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ ഇനി നമ്മൾ ഇത് എപ്പോഴാണ് ഉപയോഗിക്കേണ്ടതെന്ന് ചോദിച്ചാൽ, നമ്മുടെ വീട്ടിൽ കച്ചറ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഇതെടുത്ത് ഓരോന്ന് വായിലേക്ക് ഇട്ട് കൊടുത്താൽ ഇത് അലിഞ്ഞു പോകത്തില്ല. ആ സമയത്ത് നമ്മൾ എടുത്തുകൊണ്ട് കൊണ്ടു നടന്നാൽ നമുക്ക് ഒരാശ്വാസമാണ്. കഴിച്ചിട്ട് ഇറക്കാനും വെച്ചാൽ മധുരിച്ചിട്ട് തുപ്പാനും വെച്ചാന്ന് പറഞ്ഞൊരവസ്ഥയായിരിക്കും. അപ്പോഴേക്കും ഇത് ഫുള്ള് സെറ്റായിട്ടുണ്ട്. ഇനി എനിക്കിനി കട്ട് ചെയ്യാൻ കഴിയില്ല. ഞാൻ എന്തു ചെയ്യും ഇനി? ഞാൻ ആകെ വെപ്രാളപ്പെട്ട് ഇരിക്കുന്നതിനിടയിൽ ഞാൻ എന്തു ചെയ്തു, ഞാനൊരു കത്തി കൊണ്ടുവന്ന് വീണ്ടും ശ്രമിച്ചു നോക്കി. ഏതായാലും ശ്രമിച്ചാൽ വിജയം ഉറപ്പ് എന്നാണല്ലോ ചൊല്ല്. അപ്പം ഞാൻ വീണ്ടും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. ഇത് ഉറച്ചിക്കണം കേട്ടോ. ഇത്രയും ഉറക്കാൻ നിൽക്കരുത്, ഇതൊക്കെ നേരത്തെ ചെയ്തെടുക്കുക. ഞാൻ ഈ വീഡിയോയിലേക്ക് നോക്കലും തപ്പലും ഇതൊക്കെ ആയതുകൊണ്ട് കൂടി നമ്മളിതൊക്കെ മറന്നു കേട്ടോ. അതപ്പം ഉണ്ടായത് നമ്മൾ കട്ട് ചെയ്യണം എന്നൊക്കെ കരുതി വന്നതായിരുന്നു. എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഞാൻ എന്ത് ചെയ്യണമെന്നറിയാതെ നിഷ്കളങ്ക മനസ്സോടെ ഞാൻ ഇരിക്കുന്നു. കണ്ടില്ലേ അപ്പോൾ നിങ്ങൾ വീട്ടിലിത് തയ്യാറാക്കുമ്പോൾ ഓർക്കണതിന് മുമ്പ് തയ്യാറാക്കണം തന്നെയാണ് പറയുന്നത്. ഓർക്കണതിൻ്റെ മുമ്പ് കട്ട് ചെയ്തെടുക്കണം, അപ്പോഴാണ് സൂപ്പറായി കിട്ടുക കേട്ടോ. ഏതായാലും ഞാൻ ഒരു വിധത്തിലൊക്കെ ഒപ്പിച്ച് കണ്ട് എങ്ങനെയെങ്കിലൊക്കെ കഷ്ടപ്പെട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ഞാൻ കഷ്ടപ്പെട്ടെടുത്ത വീഡിയോ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയറും ചെയ്തോളി, സബ്സ്ക്രൈബ് ചെയ്തോളി, ബെല്ലൈക്കൺ അടിച്ചോളി. പിന്നെന്താണ്, അപ്പോൾ ഹോളറിനൊരു ഓപ്ഷൻ ഉണ്ടാവും, അവിടെയും കൂടി ക്ലിക്ക് ചെയ്തോളി. അപ്പോൾ ഞാനിടുന്ന പുതിയ റെസിപ്പികൾ
നിങ്ങളിൽ എത്തുന്നതാണ്. അത്ര തന്നെ പറയാനുള്ളത്. കണ്ടില്ലേ, ഞാൻ ഇന്ന് കൈമാറിയ റെസിപ്പിയെ പോലെ ആയിരിക്കില്ല നാളെ കൈമാറുന്ന റെസിപ്പി. അങ്ങനെ വ്യത്യസ്ത രീതിയിൽ ഓരോ റെസിപ്പിയുമായി ഞാൻ എന്നും നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ്. കണ്ടില്ലേ, ഇത് നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ നിന്ന് അടർത്തിയെടുക്കണം. ഇനി എന്തു ചെയ്യണം? അപ്പം ഇതിൻ്റെ ഫുള്ള് വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ, ഇതേപോലെ രൂപത്തിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മേടി നോക്കുന്നു. കണ്ടില്ലേ, നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഈ ഒരു ശബ്ദം നിങ്ങൾക്ക് പരിചയമുണ്ടോ? നമ്മൾ പണ്ട് കഴിച്ചിരുന്ന അതേ മുട്ടായി. ഇത് റൗണ്ടായിട്ട് കട്ട് ചെയ്തിരുന്നെങ്കിൽ അതായിരുന്നു. പക്ഷേ എനിക്ക് കട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കിക്കോളി. നല്ല ഇഷ്ടപ്പെടും, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും, എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. പല്ലിന് തകരാറില്ലോണ്ട് ഇത് കഴിക്കണ്ട, കാരണം പല്ല് വേദന ഉണ്ടാവും. അപ്പോൾ കുത്തി പൊട്ടിക്കുകയാണ്. എനിക്കൊരു നിവൃത്തിയില്ല കേട്ടോ. കുത്തി പൊട്ടിക്കല്ലാതെ ഒരു നിവൃത്തിയില്ല, കഴിയുന്നില്ല കൂട്ടുകാരെ. എന്ത് ചെയ്യാനാ? കുത്തി 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 പൊട്ടിച്ചെടുക്കുന്നു. ചെറിയ കുഞ്ഞു മക്കൾക്കൊന്നും ചിലപ്പോൾ അത് കടിച്ചാൽ പറ്റില്ല, അതുകൊണ്ട് അവർ ടേസ്റ്റ് ഇല്ല എന്നൊക്കെ പറയും കേട്ടോ. അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. നമ്മുടെ പണ്ടത്തെ കുട്ടിക്കാലത്തെ പോലെയല്ല ഇന്നത്തെ കുട്ടികൾ. ഇന്നത്തെ കുട്ടികൾക്ക് വായിലിട്ടാൽ അലിഞ്ഞു പോകണം, അല്ലാതെ അവർക്ക് ക്ഷമാപൂർവ്വം കടിച്ചു പൊട്ടിച്ചാനുള്ള ക്ഷമയൊന്നുമില്ല. ഇതാണ് സബ്സ്ക്രൈബ്, ഇത് ബെല്ലൈക്കണോ, പിന്നെ ഇത് ലൈക്ക്, ഷെയർ,